നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം എത്രത്തോളമായി, സ്ഥാനാർത്ഥി ഇപ്പോൾ എവിടെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നിലമ്പൂരിൽ പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. അർജുൻ മട്ടന്നൂർ സ്ഥാനാർത്ഥിക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഒരു വനമേഖലയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതാ അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി എന്തായാലും ഒരു വനമേഖല കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ, നമുക്കറിയാമല്ലോ, ഒരു മാരത്തോൺ സ്പീഡിലൊന്നും പ്രചാരണം നടത്തിയാൽ പോരാ അല്ലെ. ഒരു സ്പ്രിന്റ് ഓട്ടക്കാരന്റെ വേഗത്തിലും ധൃതിയിലും ഒക്കെ സ്ഥാനാർത്ഥികൾ ഇനിയിപ്പോൾ കയറി ഇറങ്ങണം. വെറും 2 ആഴ്ച മാത്രമേ ഉള്ളൂ, അപ്പൊ കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാ മുക്കിലും മൂലയിലും എത്തണം. ഇതിപ്പോ എവിടെയാണ് സ്ഥാനാർത്ഥി ഉള്ളത്? നമുക്ക് ആ പ്രചാരണ ദൃശ്യങ്ങളൊക്കെ കാണാം. ആ പ്രദേശത്ത് നല്ല റേഞ്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അർജുന് വിശദീകരിക്കാൻ ചിലപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ആ ഒരു ആവേശം. ഇതിപ്പോൾ ഇരുചക്ര ഒരു റാലി പോലെ അതാ സ്ഥാനാർത്ഥി കയറി ചെല്ലുന്നു. കടകളിലടക്കം കയറി ചെന്ന് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ, പറഞ്ഞോളൂ. എല്ലാം നാടിൻ നന്മയിലൊരുമിക്കാൻ ഇതൊരു മലയോര മേഖലയാണ്. അമരമ്പലം പഞ്ചായത്തിന്റെ അതിർത്തി മേഖലയാണ്. ഏതാണ്ട് തമിഴ്നാടിനോട് ചേർന്നുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണം, ഉച്ചവരെയുള്ള പ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 അവസാനിക്കേണ്ട പ്രചരണമാണ്. പക്ഷേ പല പല സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് 3 മണി കഴിയുന്നു. അവസാനത്തെ ഈ പഞ്ചായത്തിലെ അവസാനത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. അത് TK നഗറാണ്, ഒരു ആദിവാസി മേഖലയാണ്. അവിടെയാണ് ഇന്ന് ഉച്ചഭക്ഷണം അടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് ഈ വാഹന പ്രചരണത്തിന്റെ ഒരു ദൃശ്യങ്ങളാണ്. ഈ നമ്മൾ നിൽക്കുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ തുറന്ന വാഹനത്തിലാണ്. അതിന് പിന്നിൽ ഇരുചക്ര വാഹനങ്ങളിൽ പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി പതാകകളും മറ്റുമായി വലിയ ആവേശത്തോടുകൂടി ഇതിനെ അനുഗമിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ മണ്ഡലത്തിൽ എല്ലാ ദിവസവും എല്ലായിടങ്ങളിലും സ്ഥാനാർത്ഥിക്കൊപ്പം ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടവും വാഹന പ്രചരണവും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് അമരമ്പലം പഞ്ചായത്തിൽ രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തുകയാണ്. ഇതിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ മുദ്രാവാക്യവും ഒക്കെ തന്നെ ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ അടക്കം ധരിച്ചുകൊണ്ടുള്ള നിരവധി യുവാക്കളാണ് ഈ വാഹന പ്രചരണത്തിലുള്ളത്. ഇതേതാണ്ട് ഒരു വനമേഖലയാണ്. സ്ഥിരമായി വന്യജീവി ആക്രമണവും മറ്റും നടക്കുന്ന ഒരു വനമേഖലയാണ്. ആ വനമേഖലയോട് കൂടിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ പര്യടനം മുന്നോട്ട് പോകുന്നത്. നമുക്ക് സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങളും കാണാം. ഇത്തരത്തിൽ തുറന്ന വാഹനത്തിൽ ആളുകളെയും മറ്റും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി കടന്നു പോകുന്നത്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിലേക്ക്, അതായത് ആദിവാസി മേഖലയിലേക്ക് ഈ വാഹനം എത്തിച്ചേരും, ഈ പ്രചരണം എത്തിച്ചേരും. അവിടെ ഇന്ന് സ്ഥാനാർത്ഥിക്കുള്ള മറ്റും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ചുങ്കത്തറ പഞ്ചായത്തിലേക്കാണ് പോവുക. ഇത്തരത്തിൽ എല്ലായിടത്തും വാഹന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരു തുറന്ന വാഹനം, ആദ്യം ഒരു അനൗൺസ്മെന്റ് വാഹനം ഉണ്ടാകും. അതിന് പിന്നിൽ ബാൻഡ് സംഘവും മറ്റുമുണ്ടാകും. അതിന് തൊട്ടു പിന്നിൽ സ്ഥാനാർത്ഥിയുടെ വാഹനം, അതിന് പിന്നിൽ നിരവധി ഇരുചക്ര വാഹനങ്ങളിലായി വലിയ ആവേശത്തോടുകൂടിയുള്ള പ്രവർത്തകർ, മറ്റ് നേതാക്കളും മറ്റു വാഹനങ്ങളിലും അനുഗമിക്കുന്നു. ഇത്തരത്തിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് ഈ മേഖലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടേക്ക് റേഞ്ച് കിട്ടാത്തതുള്ളൂ. അവിടെ റേഞ്ച് മാറ്റി പിടിക്കാൻ ശ്രമിക്കുകയാണ് സ്ഥാനാർത്ഥി. ഓരോ നാട്ടിട വഴികളിലൂടെയും അതാ പ്രചാരണം എന്തായാലും കൊഴുക്കുകയാണ്. ഇരുചക്ര റാലിയുടെ അകമ്പടിയോടുകൂടി തുറന്ന വാഹനത്തിൽ അത് ആര്യാടൻ ഷൗക്കത്ത് കടന്നു വരുന്നു. നമുക്ക് നോക്കാം ഇനി ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ എത്തി.